നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് അരുൺ സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഇട്ടിട്ട്, കാരണം പനിയൊക്കെ ആയിരുന്നു. ഇവിടെ നല്ല തണുത്ത കാലാവസ്ഥ കേട്ടോ. മഞ്ഞ് പെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ നല്ല തണുത്ത കാറ്റും തണുത്ത വെള്ളവും കാലാവസ്ഥ ആകെ ഭയങ്കര ഒരു തണുപ്പ് അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജലദോഷം പിടിച്ചു. ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വന്ന് ഇപ്പൊ ഒന്ന് ശരിയായി. 2-3 ദിവസം പനീന്റെ ഒരു ഇതിൽ പെട്ടുപോയി. പക്ഷെ കുഴപ്പമില്ല, ഇന്ന് നല്ല ഉഷാറായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാഞ്ഞത്. അപ്പം നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ കാണിക്കുന്നത്. നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇത് കുറച്ചധികം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ. കാരണം കുറെ നെല്ലിക്ക കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പച്ചവാഴക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ പച്ചവാഴക്ക അരിഞ്ഞ് കുറച്ച് ചിപ്സ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ കുറെ ഉണ്ട്. അതുകൊണ്ട് പകുതി ചിപ്സ് ഉണ്ടാക്കാം. പിന്നെ കുറച്ച് കായ എടുത്തിട്ട് നമ്മുടെ ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഓണാവുന്നതിന് മുന്നേ എന്താ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കില്ല കേട്ടോ. കാരണം നമുക്ക് വേറെ ബേക്കറികളൊന്നും ഇവിടെ കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കൈ കിട്ടുന്ന സാധനം കൊണ്ട് ബേക്കറികളാക്കി എടുക്കുകയാണ് ചെയ്യാറ്. കാരണം നമ്മുടെ നാട്ടിലത്തെ പോലെ മിച്ചർ ഇതൊന്നും ഇവിടെ കിട്ടത്തില്ല. ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വാങ്ങാം, അല്ലെങ്കിൽ സ്വന്തം പ്രിപ്പയർ ചെയ്ത് നോക്കാം. അങ്ങനെയൊക്കെ ഇവിടെ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇന്ന് കുറച്ച് അതൊക്കെ ഉണ്ടാക്കണം. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവും. അപ്പൊ ഇതാട്ടോ നമുക്ക് കിട്ടിയ നെല്ലിക്ക. അത്യാവശ്യം നല്ല വലുപ്പമുള്ള നെല്ലിക്കയാണ് ഇത്. ഇവിടെ ലിലോങ് വേയില് അമ്പലമുണ്ട്. ലിലോങ് വേത്തെ അമ്പലത്തിന്റെ അവിടെ നിന്ന് കിട്ടിയ നെല്ലിക്കയാണ് കേട്ടോ. നമ്മൾ പോയതല്ല, ശേഖരേട്ടൻ അമ്പലത്തിൽ പോയായിരുന്നു. അപ്പൊ ശേഖരേട്ടൻ കുറച്ച് എന്താ പറയാ നെല്ലിക്കൊക്കെ പറിച്ചു വന്നിട്ടുണ്ട്. നല്ല നെല്ലിക്കയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കൃഷിത്തോട്ടമൊക്കെ ഇത് കണ്ടുവരാം അല്ലേ. കാരണം ഞാൻ എല്ലാ വീഡിയോസിലും നമ്മുടെ കൃഷിത്തോട്ടം കാണിക്കാറുണ്ട്. അതിപ്പോ നന്നായി ഉണ്ടായിട്ടുണ്ടെങ്കിലും കേട് വന്നിട്ടുണ്ടെങ്കിലും ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാറുണ്ട്. എന്താണെന്നറിയില്ല, രാവിലെ പച്ചക്കറിയുടെ ഇടയിൽ കൂടെ ഒക്കെ ഒന്ന് ഇറങ്ങി സൂര്യപ്രകാശമൊക്കെ തട്ടി വരുമ്പോ തന്നെ ഒരു മനസ്സിന് സന്തോഷം, ഒരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. പിന്നെ ഇന്നത്തെ പച്ചക്കറി തോട്ടത്തില് കുറച്ച് സങ്കടങ്ങൾ കൂടി ഉണ്ട്. കാരണം അപ്പൊ കുറച്ച് പച്ചക്കറികളൊക്കെ കേടുവന്നു പോയി. അടിയിലെ വേര് ആ മണ്ണിനോട് ചേർന്നിട്ടുള്ള തണ്ടുണ്ടല്ലോ, അത് പെട്ടെന്ന് അങ്ങ് ചീയെല്ലാം ഉണങ്ങി പോവാണ് പയറിന്റെ ഒക്കെ. അപ്പൊ അതേപോലെ കുറച്ച് ബീൻസ് ഒക്കെ കേടുവന്ന് പോയിട്ടുണ്ട്. നമ്മൾ കുറച്ച് എന്താ പറയാ ഈ സംഭവങ്ങളൊക്കെ തളിക്കുകയൊക്കെ ചെയ്തെങ്കിലും, ജന്തുക്കളെ അകറ്റാനുള്ള സാധനങ്ങളൊക്കെ തളിക്കുകയൊക്കെ ചെയ്യെങ്കിലും ഒന്നും അങ്ങ് ശരിയായിട്ടില്ല. ചിലതൊക്കെ ശരിയായിട്ടുണ്ട്, പക്ഷെ ചിലതൊക്കെ തന്നെ കേടുവന്ന് പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചാണകവും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് കുറേ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറേ സുന്ദരി ചീര അതുപോലെ തന്നെ പാലക്കിൻ്റെ ചീരയൊക്കെ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വലുതായിട്ടുണ്ട്. അതൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ചാക്കിൽ നട്ട് വെക്കാൻ വേണ്ടി പോവാണ്ട്. അത് മാത്രമല്ല, കുറേ സാധനങ്ങൾ നമുക്ക് ചാക്കിൽ നട്ട് വെക്കണം. അപ്പോൾ റോക്കി അവിടെ നിൽക്കുന്നുണ്ട്. റോക്കി ഉണ്ട് അവിടെ. തങ്കു ബാക്കിലാണ് കേട്ടോ. പിന്നെ നമ്മുടെ കൂർക്കൊക്കെ കുഴപ്പമില്ലാതെ ഉണ്ടായിട്ടുണ്ട്. വാഴച്ചെടിയിൽ പൂവൊക്കെ ഇട്ടു. സീനിക്കയിൽ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളി കേട് വരാനായിട്ടുള്ള വെള്ള ഉള്ളി ഉണ്ടല്ലോ, നമ്മുടെ സാലഡിനൊക്കെ ഉപയോഗിക്കുന്ന വെള്ള കളറിലുള്ള ഉള്ളി, അതാണ് ഈ മുളച്ച് വന്നിട്ടുള്ളത്. അതേതായാലും കേട് വരാനായത് ഞാൻ നട്ടാണ്, പക്ഷെ എന്തായാലും മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ റോസാപ്പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ പയറൊക്കെ വലുതാവാൻ തുടങ്ങിയപ്പോൾ അതിനൊക്കെ കമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പയറാണ് ഞാൻ ആദ്യം കാണിച്ചത്. ഈ പയറിന്റെ സെക്ഷന് ഇലകളൊക്കെ മുരടിച്ചു പോകുന്നു പറഞ്ഞ്. പക്ഷെ ആ ഒരു നമ്മളെ സോപ്പ് ലായനിയും പിന്നെ വിനാഗിരിയൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ തളിച്ചു കൊടുത്തില്ല. അപ്പൊ പിന്നെ കുറേയൊക്കെ നേരെയായി തുടങ്ങി. ഇലകളൊക്കെ ഒന്നും കൂടി ഒന്ന് പുഷ്ടിച്ച് വരാനുണ്ട്, അതായത് കുറച്ചും കൂടി ഒരു ആരോഗ്യത്തിൽ വരാനുണ്ട്. എന്നാലും ആ പ്രശ്നം അങ്ങ് മാറി കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിനും വള്ളിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പയറിന്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് കമ്പെടുത്ത് നമ്മൾ കുത്തി കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഈ ഇതൊക്കെ ജന്തുക്കൾ പോയിട്ടുണ്ട്. ആ ചുരുളിച്ചുണ്ട്, അത് മാറി വരികയായിരിക്കും പുതിയ ഇലകളൊക്കെ വരുമ്പോൾ. പക്ഷെ ഒക്കെ വള്ളി വരാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ നമ്മുടെ മുറ്റത്ത് കണ്ടോ ഇഷ്ടം പോലെ മല്ലിക ഉണ്ട് കേട്ടോ. ചുറ്റോളം മല്ലിക നട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കീടങ്ങളുടെ ആക്രമണം കുറച്ച് കുറവാണ്. എന്നാലും ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ളൊരു മല്ലിക, ഈ പച്ചക്കറീൻ്റെ ഇടയിൽ തന്നെ ഉണ്ടായിട്ടുള്ള മല്ലിക കേട്ടോ, വിത്ത് വീണിട്ട് അതിന് നല്ല കളറാണ്. ബാക്കി ഞാൻ നട്ട മല്ലികേനെക്കാട്ടിലും ഇതിന് ഭയങ്കര കളറാണ്. കണ്ടോ, നല്ല വലുപ്പമുണ്ട്, നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നു. ഞാൻ തന്നെ എൻ്റെ ചെടിക്ക് കണ്ണിടും എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. കണ്ടോ, നല്ലൊരു ഓറഞ്ച് കളർ ഇതിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ പാവലൊക്കെ വള്ളി കയറി. പിന്നെ എനിക്ക് തോന്നുന്നു ബീട്രൂട്ടൊക്കെ പറിക്കാനായിട്ട് തോന്നുന്നു. അത്യാവശ്യം വലുപ്പമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ബീട്രൂട്ട്.
ഓണച്ചെടികളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഓണച്ചെടീൻ്റെ ബോൾസത്തിൻ്റെ തൈകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പയർ കേട് വന്ന് പോയിന്ന്. ഇതുണ്ടോ, ഈ ചെടി ഒന്നായിട്ട് ഇങ്ങനെ കരിഞ്ഞു പോവുക തന്നെ. ഇതിൻ്റെ അടിഭാഗത്ത് ഞാൻ പറിച്ചു തരാം. ഇതാണ് പ്രശ്നം, കണ്ടോ? ഇതിൻ്റെ അടിഭാഗത്ത് ഈ ഒരു ഭാഗത്ത് ഇത് തന്നെ ഉണങ്ങി പോവുക, ചീയല്ല ഉണങ്ങി പോവാണ്. അങ്ങനെ ഈ ചെടിയൊക്കെ കേടൊന്ന് പോവുക. കുറേയൊക്കെ പോയി, കണ്ടില്ലേ, ഒക്കെ ഉണങ്ങി. കുറച്ച് തൈ മാത്രം നല്ലതിൽ നിൽക്കുന്നുണ്ട്, ബാക്കി കുറച്ചൊക്കെ ഉണങ്ങിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ ഉണങ്ങണാകുമ്പോൾ നമുക്കൊരു വിഷമം തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഈ ഓരോരുത്തരും ഇങ്ങനെ കൃഷി ചെയ്യുന്ന കണ്ടിട്ട് അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അതുമല്ല, ഇവിടെയൊക്കെ വരുമ്പോൾ പച്ചക്കറിയൊക്കെ കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ആ ഒരു രസത്തിന് ചെയ്തു തുടങ്ങിയതാണ്. പിന്നെ ഇപ്പോൾ ഇത് ഭയങ്കര ഒരു കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും വിചാരിക്കും ഈ ജനറേഷനിലുള്ള ആൾക്കാർക്കൊക്കെ ഇത്രയ്ക്ക് വലിയ താല്പര്യമുണ്ട് കൃഷിനോടെന്ന്. പക്ഷെ നമ്മൾ അതിൽ ഓരോ ഇലകൾ വരുമ്പോഴും പൂക്കൾ വരുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടും. എന്താ പറയുക, നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഇതൊന്ന് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നത്. പക്ഷെ അതിലിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കേടുവരികയും ഓരോ ചെടികൾ നമ്മൾ പൊന്നുപോലെ നോക്കുന്ന ചെടികൾ കേടായി പോകുമ്പോൾ അതിൻ്റെ ഒരു വിഷമമൊക്കെ വരാറുണ്ട് കേട്ടോ. എന്താ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ നമുക്ക് നോക്കണം, ശരിയാക്കണം. എന്താണാവോ ഇതിങ്ങനെ പോണത്? എന്തേ ജന്തുക്കളെ ആക്രമണമായിരിക്കും. കാരണം ഈ ഒരു ഏരിയ എന്ന് പറയണത് അപ്പം നമ്മൾ വലിയ ഇത്രയുണ്ട്, ഇവിടെയൊക്കെ ചുറ്റോടെ മലകളാണ്, കണ്ടോ? ഈ ചുറ്റോടും മലകളുള്ള ഒരു ഏരിയയിലാണ് ഈ ഒരു കോമ്പൗണ്ട് ഉള്ളത്. ഇവിടെ എന്ന് പറയുന്നത് ഈ ഗ്രാമത്തിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഏരിയ ഫുള്ള് കുറേ മലകളാണ്. മനസ്സിലായി, കണ്ടോ? ഫുള്ളും മലകളാണ്. മലകൾ എന്ന് വെച്ചാൽ കാടും അങ്ങനെ വൃക്ഷങ്ങളും ഒക്കെ ഉള്ള ഒരു വലിയ ഒരു ഏരിയ ആണ്. ഇവിടെ അങ്ങനെ രാസവളങ്ങൾ, ചെടികളിൽ രാസവളങ്ങൾ ഉപയോഗിച്ചിട്ട് കീടങ്ങളെ നശിപ്പിക്കലൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് കീടങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും എന്തെങ്കിലും ചെടികളിൽ ജന്തുക്കളൊക്കെ വരുമ്പോൾ കീടനാശിനികളൊക്കെ ഉപയോഗിച്ച് കുറേയൊക്കെ കുറവുണ്ടെന്നല്ല, കുറേയൊക്കെ കുറവുണ്ടാവും. പക്ഷേ ഇതൊന്നും അപ്ലൈ ചെയ്യാത്ത ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇഷ്ടംപോലെ കീടങ്ങളാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ചെടി നട്ടിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് അതിൽ കീടങ്ങൾ വന്ന് ആക്രമിക്കും, അത് നശിപ്പിക്കാനൊക്കെ നോക്കും. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഉണ്ടാവുന്നത് ഉണ്ടാവട്ടെ എന്നുള്ളൊരു ഇതിൽ പോവാണ് കേട്ടോ. മാക്സിമം നമുക്ക് അതിന് എന്താ പറയുക, കുറച്ച് കെയറൊക്കെ കൊടുക്കുക ചെടികൾക്ക്. കാരണം നമ്മൾ എത്രയെന്ന് വെച്ചിട്ട് കീടനാശിനികളൊന്നും ഉപയോഗിച്ച് ചെടി വളർത്തി അതിൽ കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ കഴിക്കുന്നതിനും വലിയൊരു സുഖമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനത്തെ ചെയ്യുന്നില്ല. നമ്മൾ ഈ സോപ്പ് വെള്ളമൊക്കെ ഉണ്ടല്ലോ, സോപ്പ് വെള്ളം വിനാഗിരിയൊക്കെ മിക്സ് ചെയ്തത്, അതുപോലെ തന്നെ ഞാൻ കുറച്ച് പുകയില കഷായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പൊടികളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ തളിച്ച് നമുക്കിതിനൊക്കെ ഒന്ന് രക്ഷിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഈ നമ്മൾ നടുന്ന ചെടിക്കൊക്കെ പെട്ടെന്ന് കീടങ്ങൾ വന്ന് ആക്രമിക്കുന്നത്. കാരണം ഇവിടെ അങ്ങനെ ആരും അങ്ങനെ കീടനാശിനികളൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് അതൊന്നും ചത്തു പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ നടുന്ന ചെടിയിലൊക്കെ ഇത് വന്ന് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ബത്തനിലൊക്കെ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട്, കണ്ടോ? ഒരു തേനീച്ച വന്ന് കണ്ടുപിടിക്കുന്നുണ്ട്, അതേപോലെ തേനീച്ച വന്ന് തേൻ കുടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വേറെ കണ്ടോ ജന്തുക്കൾ വന്നത് കഴിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ്. ഇങ്ങനത്തെ ഓരോരോ ആൾക്കാരുണ്ട് ഇവിടെ. വെണ്ടക്കയിലൊക്കെ വെണ്ട ഉണ്ടായിട്ട് നമ്മൾ വിത്ത് നിർത്തിയതാട്ടോ. കുറച്ച് നമ്മൾ പറിച്ചു, ബാക്കിയുള്ളത് നമ്മൾ വിത്ത് നിർത്തിയ ചെറിയ തൈയാണ്. ചെറിയ തൈ തന്നെ ഒരുപാട് വെണ്ട ഉണ്ടായി. പിന്നെ അതേ കക്കരിക്ക, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ കണ്ടോ ജന്തുക്കളെ കുത്തുന്ന കക്കരിക്ക ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പയറ്, ചെറിയ പയറ്, നീട്ടമില്ലാത്ത പയറ്, ബീട്രൂട്ടൊക്കെ വലുതായി. കാണിച്ചരാ, കണ്ടോ? നല്ല വലിപ്പമുണ്ട് ബീട്രൂട്ടിന്. നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ ചെടികൾക്കൊക്കെ എന്തൊക്കെ അസുഖം വരും, എങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം, മണ്ണൊക്കെ എങ്ങനെ ഒരുക്കിയാലാണ് ഇതിന് കൂടുതൽ വളരാൻ പറ്റുക എന്നൊക്കെ മനസ്സിലാക്കുക കേട്ടോ. എനിക്ക് ആ വലുതായിട്ടൊന്നും അറിയില്ലായിരുന്നെങ്കിലും ഇപ്പം ചെറുതായിട്ട് ഞാൻ പഠിച്ചു വരുന്നുണ്ട്. കുഴപ്പമില്ല. ഞാൻ പതുക്കെ എൻ്റെ അടുത്ത് കുറേ വിത്ത് ഇനിയുണ്ട് കേട്ടോ. അതായത് ഞാൻ നട്ടപ്പോൾ എല്ലാ വിത്തും ഒരുമിച്ച് നട്ടിട്ടില്ല, കുറച്ച് ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ കാലാവസ്ഥയും മണ്ണൊക്കെ എങ്ങനെയാണ് നമുക്കറിയില്ലല്ലോ. അപ്പോൾ എല്ലാ വിത്തും നട്ട് നശിപ്പിക്കേണ്ടല്ലോ വെച്ചാൽ എല്ലാത്തുനിന്നും ഒരിച്ചിരി ഞാൻ കരുതി വെച്ചിട്ടുണ്ട് പിന്നീട് നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേടായി പോയിട്ടുള്ള ബീൻസ് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്, നേരത്തെ കാണിച്ച പയറിൻ്റെ ചെടി കേട് വന്ന പോലെ തന്നെ ബീൻസും കണ്ടോ, വള്ളി ബീൻസോ കുറ്റി ബീൻസൊക്കെ ആയിരുന്നത്, ഇതൊക്കെ കേടുവന്ന് പോയി. സാരല്ല, നമുക്ക് ഇവിടെ ഇനിയൊക്കെ
വേറെ ബീൻസിൻ്റെ വിത്ത് നടാം. എന്തായാലും ഞാൻ പിന്മാറില്ല കേട്ടോ. ചെടികൾ കേട് വന്ന് പോയാലും ഞാൻ പിന്നെ ഉണ്ടാക്കി അതിനൊക്കെ പരിപാലിക്കും. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ കപ്പ നട്ടേനെ. കപ്പയ്ക്കൊക്കെ അത് ചെറിയ ചെറിയ ഇലകളൊക്കെ വന്ന് കപ്പയൊക്കെ പൊന്താൻ തുടങ്ങിയിട്ടുണ്ട്. നട്ട എല്ലാ മൂട്ടിലും കപ്പ കിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ 2 മുരിങ്ങേൻ്റെ കമ്പ് നട്ടായിരുന്നു. 2ലും ചെറിയ തെളി വരുന്നുണ്ട്. കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ ഇവിടെ ഒരു കുഞ്ഞു തെളി വരുന്നുണ്ടോ. ഞാൻ ആഗ്രഹിച്ച് നട്ട ഒരു സാധനമാണ് കേട്ടോ ഈ മുരിങ്ങേൻ്റെ ഇല അറിയുന്നത്. മുരിങ്ങേൻ്റെ ഇലയൊക്കെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്, കാരണം അങ്ങനെ നമുക്ക് കിട്ടാത്തതുകൊണ്ട്. അപ്പം നമുക്ക് കുറച്ച് ടോപ്പ് സോയിൽ കിട്ടിയിട്ടുണ്ട്. അതും ചാണകം കൂടെ നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് എല്ലാ ചെടിക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. നമ്മുടെ കൃഷിയൊക്കെ ഒന്ന് വിപുലീകരിക്കാൻ പോവാണ് കേട്ടോ. കുറച്ച് അപ്പുറത്തേക്കും കൂടെ പുറത്തേക്കും കൂടെ നടാനൊക്കെ വിചാരിക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ പഠിച്ച് വരുന്നുള്ളൂ കേട്ടോ കൃഷീൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ചാണകവും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു വളം നമ്മൾ ചെടീൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാത്തിനും വളം ഇട്ട് കൊടുക്കുകയാണ്. കുറേ ജമന്തിയൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ പൂവിടുമ്പോൾ ഞാൻ എല്ലാവർക്കും കാണിച്ചു തരണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കൃഷിയിടത്തിലെ ഓരോരോ വിശേഷങ്ങൾ. കുറേയൊക്കെ കൃഷി കേടായി പോയി. അതിപ്പോൾ സർവ്വസാധാരണയാണ്. കുറേ കേടാവും, കുറേ നല്ലതുണ്ടാവും. നമുക്ക് പിന്നെയും നട്ട് ശരിയാക്കണം. ഇനി കിച്ചണിൽ പോവാം അല്ലേ. പുറത്തിപ്പോൾ നല്ല ചൂടായി തുടങ്ങി. രാവിലെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 8-9 മണിയായിട്ടുള്ളൂ. നല്ല വെയിലൊക്കെ വന്ന് കുഴപ്പമില്ലാത്ത അവസ്ഥയായി. അപ്പോൾ നമ്മുടെ പഴയ വില്ലേജിലുള്ള ഒരാൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അത് ആരാണ് നമ്മൾ മലാവി ഡയറിയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. വരും വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. ഒരു സസ്പെൻസ് ആയിട്ട് നിൽക്കട്ടെ. അപ്പം അയാൾ വന്നപ്പോൾ നമ്മൾ കൊണ്ടുവച്ച കുറച്ച് പച്ചവാഴയ്ക്കാണ്. ആ പച്ചവാഴയ്ക്കൊക്കെ റൗണ്ടാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ചിപ്സ് ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാഴക്കയും കൊണ്ട് ചിപ്സ് ഉണ്ടാക്കി വെക്കാറുണ്ട്. കാരണം നമുക്ക് പുറത്തുനിന്നൊന്നും ഇങ്ങനെ ചിപ്സ് ഒന്നും കിട്ടത്തില്ല. അപ്പം നമുക്ക് കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ ഇങ്ങനെ ചിപ്സ് ഉണ്ടാക്കി വെക്കും. അങ്ങനെ ചിപ്സൊക്കെ ഉണ്ടാക്കി അതൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കിഴങ്ങും ക്യാരറ്റും ഒക്കെ പുഴുങ്ങിയെടുത്ത് വന്ന് ബ്രെഡിൻ്റെ സ്ലൈസിക്ക് നോക്കിയപ്പോഴാണ് ബ്രെഡ് കേടായിട്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് പുഴുങ്ങിയതല്ലേ, എന്നാൽ പിന്നെ സ്പ്രിംഗ് റോൾ ആക്കാമെന്ന്. സാധാരണ സ്പ്രിംഗ് റോളിൽ കിഴങ്ങും ക്യാരറ്റൊന്നും ഇടാറില്ല, ഉള്ളി ചിക്കൻ അങ്ങനെയൊക്കെയാണ് ഇടാറുള്ളത്. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ട് പിടിച്ചതാട്ടോ. എന്തായാലും ഈ സാധനം ഞാൻ പുഴുങ്ങിപ്പോയില്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ തമാല അവിടെ ക്യാരറ്റും കിഴങ്ങൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കുന്നുണ്ട്. പുഴുങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ അടുപ്പത്ത് ഉള്ളി വഴറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മസാലയൊക്കെ ചേർത്ത് റെഡിയാക്കണം. ആ നേരം കൊണ്ട് നമ്മൾ കുറച്ച് മൈദപ്പൊടി എടുത്തു. മൈദപ്പൊടിയും അതായത് 1 സ്പൂൺ മൈദപ്പൊടിയും, ബാക്കി സ്പൂൺ ഉദ്ദേശിച്ച വലിയൊരു തവിയാണ് കേട്ടോ. 1 തവി മൈദപ്പൊടിയും 2 തവി ഗോതമ്പ് പൊടിയും കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഷീറ്റ് ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഷീറ്റൊക്കെ വാങ്ങാൻ കിട്ടുമായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പാളിപ്പോയൊരു പാചകമായതുകൊണ്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ അടുപ്പത്തുള്ള ഉള്ളിയിലേക്കും കിഴങ്ങ് ക്യാരറ്റ് അതിലേക്കൊക്കെ കുറച്ച് മസാലകളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കുകയാണ്. ശരിക്കും സ്പ്രിംഗ് റോളിൽ നമ്മൾ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ സ്പ്രിംഗ് റോൾ, വെജ് സ്പ്രിംഗ് റോളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയൊക്കെ കിട്ടാറുണ്ട്. നമ്മളിപ്പോൾ തട്ടിക്കൂട്ട് സംഭവമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തമാല അതിനുള്ള ഷീറ്റ് ഉണ്ടാക്കി തരികയാണ്. അതായത് ചപ്പാത്തി പരത്തണ പോലെ നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണ് പരത്തണത് അതേപോലെ കുഴച്ചിട്ട് ഇതാണ് ഈ സാധനം. അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. നമ്മൾ തട്ടിക്കൂട്ട് സ്പ്രിംഗ് റോളാണ്. ആദ്യം വിചാരിച്ച ആ ഒരു കുക്കിംഗ് പരാജയപ്പെട്ടു പോയതുകൊണ്ട് തട്ടിക്കൂട്ടായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സ്പ്രിംഗ് റോള്. അപ്പോൾ അരുണേട്ടൻ വൈകുന്നേരം ചാടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചായയും സ്പ്രിംഗ് റോളും കൂടെ കഴിക്കാൻ പോവാണ്. തമ്മാലക്കുള്ള കൊടുത്തിട്ട് അത് കഴിക്കാനൊന്നും കാണിക്കാനുള്ള നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഓരോരോ പണിയിലായിട്ട് പോയി. അപ്പം ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ സ്പ്രിംഗ് റോൾ കേട്ടോ. ശരിക്കും ഇങ്ങനെയൊന്നും അല്ല, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നല്ല സ്പ്രിംഗ് റോളിൻ്റെ വീഡിയോ ഞാൻ പിന്നെ കാണിച്ചു തരണ്ട കേട്ടോ. ഇതൊരു തട്ടിക്കൂട്ട് എന്താ പറയുക ചായക്കടി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയായിപ്പോയി. വൈകുന്നേരത്തെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ചെടിത്തോട്ടത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചാക്കലും മണ്ണറച്ചൊക്കെ ശരിയാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചാക്കിൽ മണ്ണും ചാണകമൊക്കെ നിറച്ചിട്ടുള്ള ചാക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിനി ആദ്യം വെള്ളം നനച്ചു കൊടുക്കണം. വെള്ളം നനച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഓരോരോ തൈകളായിട്ട് മാറ്റി തരണം. കുറേ ചാക്കുണ്ട് കേട്ടോ. കുറേ ചാക്കിൽ നമ്മൾ മണ്ണും ചാണകവും മിക്സ് ചെയ്തത്
റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ ബൈ.